നമുക്ക് വേഗത്തിൽ 118 സങ്കീർത്തനം. എല്ലാവർക്കും സുപരിചിതമായ ഒരു വേർഡ്, അത് ഞാൻ നിങ്ങളോടൊന്ന് ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. 118 സങ്കീർത്തനം അതിന്റെ 22ാമത്തെ വേർഡ് ഇങ്ങനെയാണ് പറയുന്നത്: വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഒന്ന് ചേർന്ന് പറയാമോ? വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അടുത്തോട് പറഞ്ഞതാണ്, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. അതൊന്ന് പറയാമോ? ഇത് യഹോവയാൽ സംഭവിച്ചു, ആമേൻ, എന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, ഇത് യഹോവയാൽ സംഭവിച്ചു, ആമേൻ, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ആരംഭത്തിൽ തന്നെ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. അമ്മേ, നിങ്ങളുടെ കണ്ണുകൾക്ക് ആശ്ചര്യം എന്നതുപോലെ, അമ്മേ, നിങ്ങളുടെ കണ്ണുകൾ അത്ഭുതപ്പെടുന്നതുപോലെ ചില ദൈവ പ്രവർത്തികൾ ഈ 2025 ആരംഭം മുതൽ നിങ്ങളുടെ കണ്ണു കാണാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സങ്കീർത്തന പുസ്തകങ്ങളെല്ലാം നിങ്ങൾ എടുത്തു വായിച്ചു നോക്കുമ്പോൾ അനേകം സങ്കീർത്തനങ്ങളും സങ്കീർത്തനക്കാരന്മാർ പ്രവചന ആത്മാവിൽ എഴുതിയ സങ്കീർത്തനങ്ങളാണ്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. അത് ദാവീദാണെങ്കിലും ആസാഫാണെങ്കിലും മോശയാണെങ്കിലും സങ്കീർത്തനങ്ങൾ എഴുതിയവരെല്ലാവരും ആ നാളുകളിൽ ക്രിസ്തു എന്ന് പറയുന്ന വരുവാനുള്ള പ്രത്യാശയെ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് അവരെല്ലാ സങ്കീർത്തനങ്ങളും എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ ഇവിടെയും ഈ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ആമേൻ, മനുഷ്യർ ഒരു കല്ലിനെ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ആ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് മനുഷ്യനാൽ സംഭവിക്കുന്നതല്ല, ഇത് യഹോവയാൽ സംഭവിക്കുന്നതാണ്. യഹോവയാൽ ചിലത് സംഭവിച്ചാൽ അത് നിശ്ചയമായും മാനുഷിക കണ്ണുകൾക്ക് അത്ഭുതമായി മാറും. ഹല്ലേലൂയ, ആമേൻ. ഈ വചനഭാഗവും നമ്മുടെ ജീവിതവുമായിട്ട് വേർപിരിക്കാൻ കഴിയാത്ത വലിയൊരു ബന്ധമുണ്ട്. അത് ഞാൻ ചുരുക്ക സമയം കൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ പോകും. ഹല്ലേലൂയ. വചനം നമ്മൾ ആദ്യ ഭാഗം കണ്ടു. ആമേൻ, ആമേൻ. മനുഷ്യർ തള്ളിക്കളഞ്ഞ ഒരു കല്ല് മൂലക്കല്ലായി തീർന്നു. എത്ര പേർക്ക് അറിയാം ആ കല്ല് ആരാണെന്ന്? എത്ര പേർക്ക് ആ നാമത്തെ ഒന്നുകൂടെ പ്രഖ്യാപിക്കാൻ പറയും? അതെന്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, അമ്മേ, തള്ളിക്കളഞ്ഞ ആ കല്ല് എന്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നാൽ ഇന്ന് തള്ളപ്പെട്ട കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇതൊരു മനുഷ്യനല്ല ചെയ്തത്, യഹോവയായ ദൈവം തന്നെ ചെയ്തത് കൊണ്ട് ഇന്ന് ഇത് സകല കണ്ണുകൾക്കും ആശ്ചര്യമാണ്. ഹല്ലേലൂയ. എല്ലാവരും വേഗത്തിൽ പത്രോസിന്റെ 1-ാമത്തെ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വേർഡ് ഒന്ന് എടുക്കാമോ? പത്രോസിന്റെ 1-ാമത്തെ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വചനം. വേർഡ് ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ. ഞാൻ അവിടെ കൊണ്ട് ചെറിയ സ്റ്റോപ്പ് ഇടുക. ഹല്ലേലൂയ, അമ്മേ. നമ്മൾ വായിച്ചു കേട്ടു, അമ്മേ, മനുഷ്യർ തള്ളിക്കളഞ്ഞ കല്ല് അത് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇവിടെ വചനം പറയുകയാണ്, മനുഷ്യർ തള്ളിയതെങ്കിലും. ഒന്ന് വാത്തോർന്ന് പറയാമോ? മനുഷ്യർ തള്ളിയതെങ്കിലും. എന്താ തള്ളിയത്? ആമേൻ. അവരെല്ലാം കൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ന്യായപ്രമാണത്തിൻ കീഴിലാക്കി അവിടെ എന്തെങ്കിലും ഒന്ന് പണിയാൻ നോക്കി. പക്ഷേ ആമേൻ, ഒരു ന്യായപ്രമാണത്തിനകത്ത് ഒതുങ്ങുന്നവനല്ല കർത്താവായ യേശു ക്രിസ്തു. അവൻ ന്യായപ്രമാണത്തിന്റെ അവസാനമാണ്, അവൻ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആ കല്ലിനെ എടുത്തങ്ങ് കളഞ്ഞു. പക്ഷെ പിതാവായ ദൈവം എന്ത് ചെയ്തു? ആമേൻ, ആ തള്ളിക്കളഞ്ഞ കല്ലിനെ തന്നെ എടുത്തു. വചനം പറയുകയാണ്, ഹല്ലേലൂയ, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ. അമ്മേ, ഒന്ന് പാതുറന്ന് പറയാമോ? ശ്രേഷ്ഠമായത്, മാന്യമായത്, ജീവനുള്ളത്. എവിടെയാ? ദൈവസന്നിധി.
ഹല്ലേലൂയ. മനുഷ്യരുടെ മുമ്പാകെയല്ല, ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. അമ്മേൻ. ഈ രാത്രി എത്ര പേർക്ക് വിളിച്ചു പറയാൻ പറ്റും? അമ്മേൻ. ഈ പറയുന്ന എൻ്റെ കർത്താവായ യേശുക്രിസ്തുവാണ് ശ്രേഷ്ഠമായവൻ, മാന്യനായവൻ, ജീവനായവൻ. എന്നാൽ അടുത്ത വചനഭാഗം പറയുകയാ, ഈ ശ്രേഷ്ഠവും മാന്യവും ജീവനുള്ളതുമായ കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ. ഹല്ലേലൂയ. എത്ര പേർ യേശുവിന്റെ അടുക്കൽ വന്നവരുണ്ട്? യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരുണ്ട്? ആ കരങ്ങൾ ഇന്ന് രാത്രി സ്വർഗം ഒന്ന് കാണട്ടെ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അമ്മേ, ഈ രാത്രി ഒന്ന് പറയാമോ, വരുന്നത് വരെ എൻ്റെ ഉള്ളിലൊരു ജീവനില്ലായിരുന്നു, എന്നാൽ വന്നു കഴിഞ്ഞിട്ട് ഇന്ന് ജീവനില്ലാത്ത ഒരു കല്ലല്ല, വചനം പറയുന്നു ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് ആത്മാവിൽ വിളിച്ചു പറഞ്ഞേ, എൻ്റെ അകത്തൊരു ജീവൻ വ്യാപരിക്കുന്നുണ്ട്. അതൊരു മാനുഷിക ജീവനല്ല. എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ ഏത് ആത്മാവിന്റെ നിറവിന്റെ ജീവനാണോ വ്യാപരിക്കുന്നത്, അതേ ജീവൻ എന്റെ ഉള്ളിലാവുണ്ട്. ജീവനുണ്ടോ? അകത്ത് ജീവനുണ്ടോ? അകത്ത് ജീവനുണ്ടോ? ജീവനുണ്ടെന്ന് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഹല്ലേലൂയ. ജീവൻ ഉള്ളതിന് അമേൻ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ജീവൻ ഉള്ളതിന് ചലിക്കാതിരിക്കാൻ പറ്റത്തില്ല. ജീവൻ ഉള്ളതിന് അമേൻ ഹല്ലേലൂയ ചിലതെല്ലാം പ്രവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ഉള്ളിലുള്ളത് ഒരു സാധാരണ ജീവനല്ല. ഒന്ന് വിളിച്ചു പറയുമോ, എൻ്റെ പിതാവായ ദൈവത്തിന്റെ ഉള്ളിലുള്ള അതേ ജീവൻ, എൻ്റെ ക്രിസ്തുവിന്റെ ഉള്ളിലുള്ള അതേ ജീവൻ, ജീവിപ്പിക്കുന്ന ആത്മാവായ പരിശുദ്ധാത്മാവിലുള്ള അതേ ജീവൻ, ആ നിത്യജീവനാണ് എന്റെ ഉള്ളിലുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലൊരു ജീവനുണ്ടെന്ന് എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? പ്രിയ ദൈവമക്കളെ, ഇന്നലെ വരെ ഉണ്ടായിരുന്ന നിങ്ങളല്ല, യേശുവിന്റെ അടുക്കൽ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ അകത്തൊരു ദൈവിക ജീവനുണ്ട്. ആ ജീവൻ നിങ്ങളെ അമ്മേൻ ഒരു ഓർഡിനറി സാധാരണ ജീവിതത്തിനകത്ത് ജീവിപ്പിക്കുന്ന ഒരു ജീവനല്ല. ക്രിസ്തു എങ്ങനെയാണോ ഈ ഭൂമിയിൽ ജീവിച്ചത്, യേശു ക്രിസ്തു എങ്ങനെയായിരുന്നോ ഈ ഭൂമിയിൽ നടന്നത്, യേശു എന്തെല്ലാം പ്രവൃത്തികളാണോ ചെയ്തത്, അതിനെ ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവിക ജീവനാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. ഹല്ലേലൂയ. സോയെ, എത്ര പേര് വേർഡ് കേട്ടിട്ടുണ്ട്? സോയെ. സോയെ എന്ന് പറഞ്ഞാൽ ജീവൻ. ഈ ജീവൻ ഒരു പ്രത്യേകതയുണ്ട്. ആമേൻ. ഇത് ദൈവത്തിൽ മാത്രമുള്ളൊരു ജീവനാണ്. ദൈവത്തിൽ മാത്രമുള്ള ജീവൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവം കഴിഞ്ഞാൽ പിന്നെ ഈ ജീവനുള്ള ഒറ്റ വിഭാഗം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചവരുടെ ഉള്ളിൽ ഒന്ന് വിളിച്ചു പറയാമോ, എൻ്റെ ഉള്ളിലും ഒരു ജീവൻ വ്യാപരിക്കുന്നുണ്ട്. ഇതൊരു സാധാരണ ജീവനല്ല. ഇതൊരു ദൈവിക ജീവനാണ്. ഒരു സോയെ എൻ്റെ അകത്തും വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ജീവന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ ജീവന്റെ മുൻപിൽ ഒരു മരണശക്തികൾക്കും നിൽക്കുവാൻ കഴിയത്തില്ല. മരണത്തെ അതിജീവിച്ച ഒരു ജീവൻ, മരണപാശങ്ങളെ അഴിച്ചു ഉയർത്തെഴുന്നേറ്റ ഒരു ക്രിസ്തുവിന്റെ ജീവൻ ഈ രാത്രി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, പ്രിയ ദൈവജനമേ ഒന്ന് വിളിച്ചു പറഞ്ഞേ, മരണാധികാരിയായ പിശാചിനെ സ്വന്തം മരണത്താൽ ജയിച്ച ഒരു കർത്താവിന്റെ ജീവൻ എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ട്. എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനത് പറയുമ്പോൾ ഈ തൈറോയിഡ് ഇഷ്യൂസിനെ ഈ രാത്രി കർത്താവ് സൗഖ്യമാക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. തൈറോയിഡ് സംബന്ധമായ മുഴകൾ, തൈറോയിഡ് ഗ്ലാൻഡുകൾ, അമ്മേ ഈ രാത്രി അത് അപ്രത്യക്ഷമാകുന്നു. ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞേ, അമ്മേ എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവിക ജീവന്റെ മുൻപാകെ ഒരു മരണശക്തികൾക്കും ഒരു രോഗശക്തികൾക്കും നിൽക്കുവാൻ കഴിയത്തില്ല. ഈ രാത്രി ആരാ ഇതിനകത്ത് തൈറോയിഡോളെ എൻ്റെ കർത്താവ് സൗഖ്യമാക്കുക? തൈറോയിഡിന്റെ മുഴയുണ്ടോ? തൊട്ട് നോക്കിക്കോ, ചെക്ക് ചെയ്തോ, അതിന്റെ ചെക്ക് ചെയ്തോ, അതവിടെ ഉണ്ടോ?
അതിന് ചെക്ക് ചെയ്തോ, എഴുന്നേറ്റോ. കർത്താവിന്റെ സൗഖ്യത്തിന്റെ ശക്തി ഈ രാത്രി ഇതിനകത്ത് വ്യാപരിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ! ഒന്ന് വിളിച്ചു പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ! ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രൂശിക്കപ്പെട്ട യേശു, ആമേൻ, അവന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്. അവന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിനകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഒരു രോഗശക്തികൾക്കും ഞങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കാൻ കഴിയത്തില്ല. എന്റെ കർത്താവ് തൊടുക. ആന്റി മാത്രം തൊടുന്നതല്ല, കർത്താവിന്റെ ജീവൻ ആ ഭവനത്തിനകത്ത് ഇറങ്ങുന്നത് കർത്താവിനെ കാണിക്കുന്നു. ആ ഭവനത്തിനകത്ത് അസ്ഥി സംബന്ധമായിട്ട് ബലഹീനപ്പെടുത്തുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ ഈ രാത്രി ഉടയപ്പെടുകയാ. കർത്താവിന്റെ ജീവൻ ഈ രാത്രിയിൽ ചില ഭവനങ്ങൾക്കകത്ത് അസാധാരണമായിട്ട് വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുക. ഹല്ലേലൂയ! എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? എന്റെ അകത്തൊരു ദൈവിക ജീവനുണ്ട്? ഹല്ലേലൂയ! എന്നെ ചെക്ക് ചെയ്തു, കർത്താവ് സൗഖ്യമാക്കുക. ഹല്ലേലൂയ! എത്ര പേർ പറയും എന്റെ അകത്തൊരു ജീവനുണ്ട്? അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, അമ്മൻ, ഈ ജീവൻ ഉള്ളവരെ ആരും അമ്മൻ ഉണർത്തേണ്ട ആവശ്യമില്ല. അവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവിക ജീവന് ഉണരുവാനുള്ള ചിലതിനെ ഉണർത്തുവാനുള്ള ഒരു ആത്മാവിന്റെ ശക്തിയുണ്ട്. ഹല്ലേലൂയ! നമ്മൾ എത്ര കാലം ഇനിയും കാത്തിരിക്കും? നമുക്ക് വേണ്ടിയിട്ട് ദേശങ്ങൾ, കുടുംബങ്ങൾ, വ്യക്തികൾ കാത്തിരിക്കുമ്പോ ഇനിയും എന്നെ എഴുന്നേൽപ്പിക്കാൻ, എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ, എന്നെ ആശ്വസിപ്പിക്കുവാൻ, എൻ്റെ ജീവിതത്തിനകത്ത് വിടുതൽ നടത്തുവാൻ ഇല്ല. പ്രിയ ദൈവമക്കളെ, ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ രാത്രിയിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് വിടുതലിനെ എടുക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ അടുക്കൽ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ അടുക്കൽ അമ്മേൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, അമ്മേൻ, അവൻ ശ്രേഷ്ഠമായ കല്ല, അവൻ മാന്യതയുള്ള കല്ല. അമ്മേ, ഇതുവരെയും നീ ചിന്തിക്കുന്നുണ്ട്, അമ്മൻ, എൻ്റെ ഭവനത്തിനകത്ത് എനിക്കൊരു മാന്യതയില്ല, എൻ്റെ കുടുംബജീവിതത്തിനകത്ത് എനിക്കൊരു മാന്യതയില്ല, ഞാനായിരിക്കുന്ന ഇടത്ത് എനിക്കൊരു മാന്യതയില്ല. പക്ഷെ ഈ രാത്രി പിശാചിന്റെ ചില കള്ളത്തരങ്ങളെ പൊളിച്ചു കളഞ്ഞോ. ക്രിസ്തുവിന്റെ ജീവനാണ് അമ്മേ നിന്റെ മേൽ വ്യാപരിക്കുന്നതെങ്കിൽ സ്വർഗം ഇന്ന് ഈ രാത്രി നിന്നെ നോക്കി വിളിച്ചു പറയുകയാണ്, ഓ, നീ വിലയേറിയവനും മാന്യനും ദൈവത്തിന് പ്രിയങ്കരനുമാ. ഹല്ലേലൂയ! ഇതുപോലെ മാന്യത വേറെ എവിടെ കിട്ടും പ്രിയ ദൈവമക്കളെ? അമ്മേ, ലോകത്തിൽ ഒത്തിരി മാന്യന്മാരുണ്ടായിരിക്കും, പക്ഷെ ദൈവസന്നിധിയിൽ സ്വർഗം പറയും, എനിക്ക് നിന്നെ അറിയത്തില്ല. പക്ഷെ ഇന്ന് ഈ രാത്രിയിൽ ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? സ്വർഗം നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, എന്റെ പുത്രന്റെ ജീവൻ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ മാന്യനാണ്, നീ വിലയേറിയവനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്. കാരണം എന്റെ പുത്രന്റെ ജീവനാ നിന്റെ ഉള്ളിലുള്ളത്. ഹല്ലേലൂയ! ആമേൻ. മോനെ, നിന്റെ ലൈഫ് മാറും. കർത്താവ് വിശ്വസ്തനെന്ന് എണ്ണി നിന്റെ മേൽ ചില ദൗത്യങ്ങളെ കൈമാറ്റം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നിങ്ങളെ വാച്ച് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, ഇവരെന്താ ചെയ്യാൻ പോകുന്നത്, എന്താ ചെയ്യുന്നത്? പക്ഷെ ഈ രാത്രി സ്വർഗം പറയുകയാ, ഓ ആമേൻ, ഹല്ലേലൂയ! ഗിദയോനെ, മറഞ്ഞിരുന്ന ഗിദയോനെ ഒരു സ്വർഗത്തിന്റെ കണ്ണ് കണ്ടതുപോലെ നിന്നെ ചില ദൈവിക പദ്ധതികൾക്ക് വേണ്ടി സ്വർഗം കണ്ടിരിക്കുക. നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ മാന്യത എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഈ രാത്രി സ്വർഗം നിന്നെ വിളിക്കുന്ന പേരെന്റെ ചെവിയിൽ കേൾക്കുന്നു, അല്ലയോ പരാക്രമശാലിയേ. ഞാൻ പറയുമ്പോൾ ഒരു കൂട്ടം നിന്നോട് പറ്റിച്ചേരുന്നത് കർത്താവിനെ കാണിക്കുന്നു. ചില മിദിയാന്യ പടയെ തോൽപ്പിക്കുന്ന ഒരാത്മാവിന്റെ ശക്തിയോട് കൂടെ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരാത്മാവിന്റെ കാഴ്ച ഞാൻ കാണുമ്പോൾ നിന്നെ ഒരു പുതപ്പ് പുതപ്പിക്കുന്നത് സ്വർഗത്തിന്റെ ചില അപ്പോയിന്റ്മെന്റുകൾ ഈ രാത്രി നിന്റെ മേൽ വെളിപ്പെട്ടു വരുന്നത് കർത്താവിനെ ആത്മാവിൽ കാണിക്കുകയാ. നിന്റെ ജീവിതം മാറാൻ പോവുകയാ. ആമേൻ. കർത്താവിന്റെ മാർച്ചും മാസവുമായിട്ട് ബന്ധപ്പെട്ട് നിന്റെ ലൈഫിനകത്ത് ഭയങ്കരമായ ഒരു ടേണിംഗ് സംഭവിക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ!
ഹല്ലേലൂയ. അമ്മേൻ. ഇതിനകത്ത് ചിലതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. അമ്മേൻ. ആത്മമണ്ഡലങ്ങളെ പിടിച്ചെടുക്കുന്ന ചിലത് ഇതിനകത്ത് ഇന്ന് രാത്രി എഴുന്നേൽക്കുന്നുണ്ട്. ആത്മാവിൽ ഓ ഹല്ലേലൂയ. അമ്മേൻ. ചിലതെല്ലാം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നു. അമ്മേൻ. ഈ രാത്രി എത്ര പേരെന്നോട് ചേർന്ന് പറയും ആമേൻ ഹല്ലേലൂയ, ഞാൻ ഇനി മടുത്ത് ക്ഷീണിച്ചിരിക്കുന്നവളല്ല, എൻ്റെ അകത്തൊരു ജീവനുണ്ട്. എൻ്റെ അകത്തൊരു ജീവനുണ്ട്. എൻ്റെ അകത്തൊരു ജീവനുണ്ട്. അമ്മേൻ. എൻ്റെ അകത്തൊരു ജീവനുണ്ട്. എത്ര പേർക്ക് വിളിച്ചു പറയാൻ പറ്റും എൻ്റെ അകത്തൊരു ജീവനുണ്ട്? ഹല്ലേലൂയ. അമ്മേൻ. ആ താടി വെച്ച ബ്രദർ, അമ്മേ, ഈ വചനം നിങ്ങളോടാന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് ജീവനോടിരിക്കുന്നത് അത്ഭുതമാണ്. ഇന്ന് ജീവനോടിരിക്കുന്നത് അത്ഭുതം. പക്ഷെ കർത്താവിനോട് പറയുകയാ, നിന്നെ ഞാൻ അത്ഭുതങ്ങളെ കാണുമാറാക്കും. അമ്മേൻ. ആ വലങ്കയൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കോ. അതിന്റെ മേലൊരു ആത്മീക അധികാരം വെളിപ്പെട്ട് വരുന്നത് കർത്താവിനെ കാണിക്കുന്നു. ഈ കരങ്ങൾ കൊണ്ട് അനേകം വ്യക്തികൾ വിടുതലാകാൻ പോവുകയാ. ഈ കരങ്ങളാൽ അനേകം രോഗികൾ സൗഖ്യമാകാൻ പോവുകയാ. അമ്മേൻ ഹല്ലേലൂയ. കർത്താവിനെ കാണിക്കുന്നു. ശൂന്യമായ നിന്റെ പടകിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തിയോട് കൂടെ കർത്താവായ യേശു കയറി നിന്നെ മനുഷ്യരെ പിടിക്കുന്ന നിലവാരത്തിനകത്തേക്ക് ലൈഫിനെ ടേൺ ചെയ്യുന്ന രാത്രിയായിട്ട് ഈ രാത്രി മാറുകയാണ്. നിനക്ക് വിരോധമായിരിക്കുന്ന ചില കയ്യെഴുത്തുകൾ ഈ രാത്രി ഇവിടെ മായുകയാ. സ്വർഗം പുതിയ ചില അപ്പോയിന്റ്മെന്റുകൾ ഈ രാത്രി നിന്റെ മേൽ വെക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഈ രാത്രി എത്ര പേർ വിളിച്ചു പറയും ഓ ഹല്ലേലൂയ. അമ്മേ. ചില വിടുതലുകൾ, അമ്മേ, ചില മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ കാണുന്ന ചില രാത്രികളാണ് എൻ്റെ മുൻപിൽ ഉള്ളത്. ഇന്നലെ വരെ കണ്ട ഞാൻ പരാജയമല്ല, ഇന്നലെ വരെ കണ്ട തോൽവിയല്ല. ആത്മമണ്ഡലത്തിൽ അകത്ത് ശക്തിയോടെ ചലിക്കുന്ന ചില വിടുതലുകൾ എന്റെ ലൈഫിനകത്ത് ഈ നാളുകളിൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. 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 എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, എൻ്റെ യേശു ജീവനുള്ള കല്ലാണ്. അമ്മേ. ഒന്ന് പറഞ്ഞേ, മാന്യനായ കല്ലാണ്, ശ്രേഷ്ഠനായ കല്ലാണ്. അവന്റെ അടുക്കൽ വന്നിരിക്കുന്ന എനിക്കൊരു ജീവനുണ്ട്. ഒന്ന് പറഞ്ഞേ, അവന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന എൻ്റെ ഉള്ളിലും ഒരു ജീവനുണ്ട്. എന്തിനാണെന്നറിയാമോ നിങ്ങളെ വലിച്ചടുപ്പിച്ച് ജീവനുള്ള കല്ലായി മാറ്റിയത്? വചനം പറയുന്നു, ഒരു ആത്മീക ഗൃഹമായി പണിയപ്പെടേണ്ടതിന്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അമ്മേ. യേശു അങ്ങ് സ്വർഗത്തിലും ഞാനിങ്ങ് ഭൂമിയിലുമല്ല. ആ കല്ലിന്റെ മേളിൽ വയ്ക്കപ്പെട്ട അടുത്ത കല്ലെന്നത് പോലെ ഒരു ആത്മീക ഗൃഹം. ഓ, ക്രിസ്തുവും ഞാനും അമ്മേ ഞങ്ങൾ ചേർന്നുള്ള ഒരു പണി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അമ്മേ. ഹല്ലേലൂയ. അമ്മേ. മനുഷ്യർ തള്ളിയ കല്ല് മൂലക്കല്ലായി തീർന്നു. അമ്മേ. ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. ഒന്ന് പറഞ്ഞേ, എവിടെയോ കിടന്ന എൻ്റെ ജീവിതത്തിനകത്ത് ഓ ഹല്ലേലൂയ രക്ഷ സംഭവിച്ചപ്പോൾ, ക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ചപ്പോൾ, ജീവനില്ലാതെ കിടന്ന എൻ്റെ ജീവന്റെ അകത്തൊരു ദൈവിക ജീവൻ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ അനാഥനല്ല, ഇന്ന് ഞാൻ ഏകനല്ല, ഓ ഇന്ന് ഞാൻ ഒറ്റപ്പെട്ടവനല്ല, ഞാൻ തള്ളപ്പെട്ടവനല്ല. ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ മേലിരിക്കുന്ന ജീവനുള്ള കല്ല്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എവിടെയായിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ, ക്രിസ്തു എന്ന ജീവനുള്ള കല്ലിനകത്ത്. എന്തിനു വേണ്ടിയിട്ടാ? ഒന്ന് പറഞ്ഞ, പിതാവിന്റെ ഒരു വലിയ പണി എൻ്റെ മേൽ നടക്കുന്നുണ്ട്. ഒരാത്മീക ഗൃഹമായി ഞാൻ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് ഇന്നലെ വരെ സംഭവിച്ചത്, ഇന്ന് സംഭവിച്ചത് നിന്റെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല, നിന്റെ നാശത്തിന് വേണ്ടിയിട്ടല്ല. ഒരു പണി സ്വർഗം നിന്റെ അകത്ത് അമ്മേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മേ, നീ ചിലതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യപ്പെടുകയാണ്. ഓ ഹല്ലേലൂയ. ഒന്ന് വിളിച്ചു പറഞ്ഞേ, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് തോന്നുന്നത് പോലെ ഒരു ആത്മീക ഗ്രഹമായി ഞാൻ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? രാത്രി അമ്മേ, ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടച്ച് ആത്മാവിന്റെ ഈ സത്യത്തെ ഒന്ന് തിരിച്ചറിഞ്ഞോട് പറഞ്ഞ്, ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന എൻ്റെ ഉള്ളിൽ ഒരു ജീവനുണ്ട്. ഒരാത്മീക ഗ്രഹമായി ഞാൻ പണിയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു.